പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ലക്ഷക്കണക്കിന് ഹാജിമാരിപ്പോൾ മക്കയിലുണ്ട്, മദീനയിലുണ്ട്. ആ പ്രവൃത്തിയെപ്പോലും ദുർവ്യാഖ്യാനിക്കുന്ന മുസ്ലിയാക്കളാണ്. ഹജ്ജെന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര ഉറൂസാണെന്നാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര ആണ്ട് നേർച്ചയാണത്രേ ഹജ്ജ്. അപ്പോൾ ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇപ്പോൾ മക്കയിലും മദീനയിലുമൊക്കെ ലക്ഷങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തിനാ? ഉറൂസിൽ പങ്കെടുക്കാൻ, ആണ്ട് നേർച്ചയിൽ പങ്കെടുക്കാൻ. അതെ, സയ്യിദ് മദനിയുടെ ദർഗയിൽ ഉറൂസിന് പോയി പരിചയമുള്ളവനോടാ പറയുന്നത്. അന്താരാഷ്ട്ര ഉറൂസാണ് മക്കയിലെ ഹജ്ജ്. അവിടെ പോയിട്ട് ഇബ്രാഹിം നബി തന്റെ സുഖവാസ കേന്ദ്രത്തിൽ നിന്ന് ഹജ്ജിന് അവിടെ വരുമത്രേ. അപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് തേടണം, ഇസ്മായിൽ നബിയോട് സഹായം തേടണം, ഹാജറ ബീവിയോട് സഹായം തേടണം. അല്ലാത്തവന്റെ തൗഹീദ് ശരിയല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാവണമെങ്കിൽ ഇബ്രാഹിം നബിയോട് തേടണം, ഇസ്മായിൽ നബിയോട് സഹായം തേടണം, ഹാജറ ബീവിയോട് തേടണം. ഓ മുസ്ലിമേ, ഒന്ന് 100 വട്ടം ചിന്തിക്ക്. ഈ ഹജ്ജി സമൂഹത്തിന് പഠിപ്പിച്ചു തന്ന നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10,000-കണക്കിന് സഹാബിമാരെ പിന്നിൽ നിർത്തിക്കൊണ്ട് അവിടുത്തെ വിടവാങ്ങൽ ഹജ്ജ് നടത്തിയപ്പോൾ, സഹാബിമാരെ, നിങ്ങളിതാ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഇബ്രാഹിം നബിയെ ഓർമ്മ വരും, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ ഓർമ്മ വരും, നമ്മുടെ ഉമ്മ ഹാജറ ബീവിയെ ഓർമ്മ വരും. നിങ്ങൾ അവരെയൊക്കെ വിളിച്ച് തേടണേ. നബിതങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസെങ്കിലുമുണ്ടോ? ഞങ്ങളാണ് നബിതങ്ങളുടെ ആളുകളെന്ന് പറയുന്ന, ഞങ്ങളാണ് സ്വഹാബത്തിന്റെ വിശ്വാസത്തിലുള്ളവരെന്ന് പറയുന്ന, ഞങ്ങളാണ് ശരിയായ പാതയിൽ മുജാഹിദുകൾ പുത്തൻവാദികളാണെന്ന് പറയുന്ന ഏതെങ്കിലും ആളുകളുണ്ടോ? ഒന്ന് സ്വന്തം നെഞ്ചത്ത് കൈവച്ചുകൊണ്ടൊന്ന് ചിന്തിക്ക്. ഹജ്ജ് ഉറൂസാണെന്ന് നമ്മൾ പറയുമ്പോ, ഹജ്ജ് ആണ്ട് നേർച്ചയാണെന്ന് പറയുമ്പോ ഇതാരാ പഠിപ്പിച്ചത്? ഹജ്ജിന്റെ കർമ്മങ്ങൾ മുഴുവനും പഠിപ്പിച്ചു തന്ന നേതാവ് ഏതെങ്കിലും ഒരു ഹജ്ജിന്റെ ദുആയിൽ യാ നബി അല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, യാ നബി അല്ലാഹി ഇസ്മായിൽ അലൈഹിസ്സലാം, യാ വലിയത്തല്ലാഹി ഹാജറ റളിയല്ലാഹു അൻഹാ, യോ ഇബ്രാഹിം നബിയെ, ഇസ്മായിൽ നബിയെ, ഹാജറ വലിയത്തെ ബീവിയെ രക്ഷിക്കണേ എന്ന് പറയുന്ന ഒരു ദുആയെങ്കിലും പഠിപ്പിച്ചു തന്നോ? അതല്ലെങ്കിൽ അല്ലാഹുമ്മ ബിഹഖി ഇബ്രാഹീമ വ ഇസ്മാഈല വ ഹാജർ എന്ന ഒരു ദുആ പഠിപ്പിച്ചു തന്നോ? എവിടെയാണതുള്ളത്? അപ്പോൾ ഹജ്ജിനെ ഉറൂസാക്കുന്നവരുടെ ലക്ഷ്യം എന്താണ്? ഹജ്ജിനെ ആണ്ടുനേർച്ചയാണെന്ന് പറയുന്നവരുടെ ലക്ഷ്യം, ഹജ്ജിന് പോകുന്നവര് ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും അതുപോലെ ഹാജറ ബീവിയെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയും ഒക്കെ ഓർക്കുമ്പോ ആ ഓർമ്മ ശരിയാകണമെങ്കിൽ അവരോട് വിളിച്ച് സഹായം തേടണം. ഇതിവർ പച്ച മലയാളത്തിൽ എഴുതി വിട്ടിട്ടുമുണ്ട്. മഹാന്മാരോട് സഹായം തേടണം, അവരെ ഇടയാളന്മാരാക്കി പ്രാർത്ഥിക്കണം. അല്ലാത്തവന്റെ തൗഹീദ് ശരിയല്ല. മുസ്ലിമീങ്ങളുടെ മുഴുവനും അതേ ആ രൂപത്തിൽ അവരുടെ കൂടെ ഹജ്ജിന് പോകുന്ന ആളുകളുടെ ഹജ്ജ് ബാത്തിലാക്കി കളയുന്ന ഈ നിലക്കുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും പഠിപ്പിച്ചു കൊടുത്താൽ മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മദീനയിൽ അവിടുത്തെ ഖബറിന്റെ സമീപത്ത് ചെന്നാൽ യാ സയ്യിദി യാ റസൂലല്ലാഹി ഖുദ് ബിയദി മാലി സിവാക വലാ അൽവി അലാ അഹദി, ഓ നബിയേ, എന്റെ കൈപിടിക്കണേ, എന്റെ കൈപിടിക്കണേ, അതിരിക്കിനി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എന്നെ സഹായിക്കണേ, എന്റെ കൈപിടിക്കൂ, എന്റെ കൈപിടിക്കൂ എന്നിങ്ങനെ മദീനയിൽ പോയി പറയണമെന്നല്ലേ ഇവര് പഠിപ്പിക്കുന്നത്? നബിതങ്ങൾ അത് പഠിപ്പിച്ചുവോ? സ്വഹാബത്ത് അങ്ങനെ ചെയ്തോ? എത്രത്തോളം ഇങ്ങനെ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഇവർക്ക് ഇങ്ങനെ എപ്പോഴും കൈനീട്ടി കൊടുക്കാൻ പോലും കാത്തിരിക്കുകയാണ് പോലും. ഖുദ് ബിയദി, കൈപിടിക്കൂ നബിയേ, കൈപിടിക്കൂ നബിയേ എന്ന് പറയുമ്പോഴേക്ക് നബിതങ്ങൾ ഇങ്ങനെ കൈപുറത്തേക്ക് ഇട്ട് കൊടുക്കുന്നു എന്നവരെ. അതേ റിഫായി ശൈഖ് എന്ന് പറയുന്ന ശൈഖ് മദീനയിൽ എത്തിയിട്ട് 2 വരി പാട്ടങ്ങ് പാടിയപ്പോഴേക്ക് മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിൽ നിന്ന് കൈ പൊക്കി കൊടുത്തു എന്നാണ്. റിഫായി ശൈഖ്
ഷെയ്ഖ് അവിടെ പോയിട്ട് പാട്ടുപാടി. പാട്ടിങ്ങനെ കേട്ട് കാത്തു കിടക്കല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫീ ഹാലത്തിൽ ബുർദി റൂഹി കുന്തു ഉർസിലുഹാ തുഖബ്ബിലുൽ അർദ അന്നി വഹിയ നായിബതി ഫഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹദറത് ഫംദുദ് യദൈക ലികൈ തുഹ്ളാ ബിഹാ ശഫതി. എന്താണ് ആ പറയുന്നത്? എല്ലാ കൊല്ലവും എന്റെ റൂഹാ നിങ്ങളെ സിയാറത്ത് ചെയ്യാൻ വരാറുള്ളത്. ഇക്കൊല്ലം ഞാൻ എന്റെ തടിയോടെ ഉടലോടെ വന്ന് നിൽക്കുകയാണ്. ആ കൈയൊന്ന് നീട്ടിത്തരൂ, ഞാനൊന്ന് ചുംബിക്കട്ടെ. പാടിത്തീരേണ്ട താമസം നബി തങ്ങളുടെ കൈയങ്ങ് പുറത്തേക്ക് ഇട്ടുകൊടുത്തു. വേറെ ചില പുസ്തകങ്ങളിൽ പറയുന്നത് കവറ് പൊട്ടിപ്പിളർന്നിട്ട് നബി തങ്ങൾ അങ്ങ് പുറത്തേക്ക് വന്നിട്ട് മോനെ അഹമ്മദേ എന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ചുംബിച്ചുകൊണ്ട് കബറിലേക്ക് തന്നെ ഇറങ്ങിപ്പോയി. ഇങ്ങനെയല്ലേ ഇവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ചുള്ള വിശ്വാസം? അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ആയിരുന്നുവോ? നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് ആ റൂമിൽ ഖബറടക്കിയ ശേഷം 40ഓളം കൊല്ലം അവിടെ തന്നെ ജീവിച്ച ഉമ്മയല്ലേ? ഒരിക്കലെങ്കിലും മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹാക്ക് നബി തങ്ങൾ കൈപൊക്കി കൊടുത്തുവോ? ബീവി അതിനാവശ്യപ്പെട്ടുവോ? എന്തേ? അവർക്കൊന്നും ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? നടപ്പില്ല, സാധ്യമല്ല എന്നാണ് അവരൊക്കെ വിശ്വസിച്ചത്. അവരൊക്കെ വിശ്വസിച്ചത് വിശ്വസിക്കുന്നവരാണ് മുജാഹിദുകൾ. അവരൊക്കെ പഠിപ്പിച്ചത് പ്രചരിപ്പിക്കുന്നവരാണ് മുജാഹിദുകൾ. അതേ അവസരത്തിൽ ഇവരതാ ഖുദ് ബിയദീ, എന്റെ കൈപിടിക്കൂ കൈപിടിക്കൂ എന്നവിടെ പോയി പറയുമ്പോഴേക്ക് കൈ ഉയർത്തിക്കൊടുക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ അതുകൊണ്ടും തീർന്നിട്ടില്ല. ഇപ്പൊ പറഞ്ഞു പറഞ്ഞ് എവിടെ എത്തി? ഖുദ് ബിയദീ ഖുദ് ബിയദീ എന്ന് പറയുമ്പോ ഇപ്പൊ നബിതങ്ങൾ പലപ്പോഴും തന്റെ കൈയല്ല ഉയർത്തിക്കൊടുക്കുന്നത്. അതേ കാന്തപുരക്കാർ അല്ലാഹുവിന്റെ റസൂലിന്റെ മുടിയാണെന്ന് പറഞ്ഞുകൊണ്ട് മുടിക്കച്ചവടം നടത്തുന്ന രോമ സാമ്രാജ്യം സൃഷ്ടിച്ചുകൊണ്ട് രോമക്കച്ചവടവുമായി നടക്കുന്ന കാന്തപുരം മുസ്ലിയാരുടെ ഗ്രൂപ്പില്ലേ? അവരിപ്പോൾ കാന്തപുരത്തിന്റെ മദ്ഹ് പറയാൻ വേണ്ടി പറഞ്ഞു പറഞ്ഞ് എവിടെ എത്തിയെന്നോ? ഒരാളിങ്ങനെ മദീനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ ഖബറുള്ള പ്രദേശത്ത് പോയി നിന്നുകൊണ്ട് യാ റസൂലല്ലാഹ് ഖുദ് ബിയദീ ഖുദ് ബിയദീ, എന്റെ കൈ പിടിക്കൂ നബിയേ, എന്റെ കൈ പിടിക്കൂ കൈ പിടിക്കൂ എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ച് തേടിയത്രേ. കുറെ അങ്ങനെ തേടിയപ്പോൾ അതാ ഒരു കൈ ഇങ്ങനെ ഇയാളുടെ കൈയിലേക്ക് നീണ്ടുവരുന്നു. ഇയാളെ കൈ ഇങ്ങനെ മുറുക്കെ പിടിച്ചു കണ്ണടച്ചിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ മൂപ്പർക്ക് തോന്നി കൈയൊന്ന് കാണണമല്ലോ. നബിയുടെ കൈയല്ലേ, കൈ നീട്ടിത്തന്നതല്ലേ. കണ്ണ് തുറന്നു നോക്കുമ്പോൾ അത്ഭുതം, നബി തങ്ങളുടെ കൈയല്ല വെച്ച് തന്നിരിക്കുന്നത് ശൈഖ് അബൂബക്കറിന്റെ കൈയാണ്. കാന്തപുരം അബൂബക്കറിന്റെ കൈ. അല്ലാഹുവിന്റെ റസൂലേ നിങ്ങളെ കൈ നീട്ടിത്തരൂ എന്ന് പറഞ്ഞപ്പോൾ അതേ തന്റെ കൈ വെക്കേണ്ടതിന് പകരം അബൂബക്കറിന്റെ കൈവച്ചാ മതി എന്ന നിലക്ക് ഈ കാന്തപുരം അബൂബക്കറിന്റെ കൈവച്ചു കൊടുത്തു എന്ന് സമൂഹത്തിന്റെ മുമ്പാകെ പ്രസംഗിക്കുന്ന മുസ്ലിയാക്കളില്ലേ? ഇവരാണോ മുജാഹിദുകളെ പുത്തൻവാദികളാക്കുന്നത്? മുജാഹിദുകളെ ഇവരാണോ പുത്തൻവാദികളാക്കുന്നത്? ചിന്തിച്ചു നോക്കണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മുജാഹിദുകൾക്ക് സ്നേഹമില്ല പോലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മുജാഹിദുകൾ സ്നേഹിക്കുന്നില്ല പോലും. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ആദരിക്കേണ്ടത് എങ്ങനെയെന്ന് ശരിക്കും പഠിച്ചവരും പഠിപ്പിക്കുന്നവരുമാണ് മുജാഹിദുകൾ. അല്ലാഹുവിന്റെ റസൂലിനെ ഇവർക്ക് സ്നേഹമല്ല, ഇവർക്ക് നബിതങ്ങൾ ആരുമല്ല. ഇവർ നബിതങ്ങളെ പുച്ഛിക്കുകയാണ്, നബിതങ്ങളെ നിന്ദിക്കുകയാണ്, നബിതങ്ങളെ പരിഹസിക്കുകയാണ്. ആരെക്കുറിച്ചാ നിങ്ങൾ ഈ പറയുന്നത്? ദുനിയാവിലും ആഖിറത്തിലും വലിയ സ്ഥാനമുള്ള ഞങ്ങളുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി
ഒരു തവണ അവിടുത്തെ പേര് കേട്ട് സ്വലാത്ത് പറഞ്ഞാൽ അല്ലാഹു അതാ 10 പ്രതിഫലം ഓഫർ ചെയ്തിരിക്കുന്ന മറ്റൊരാളുടെ പേര് കേൾക്കും പോലെയല്ലല്ലോ മുഹമ്മദുൻ എന്ന് കേൾക്കുമ്പോൾ അവിടുത്തേക്ക് വേണ്ടി ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വലാത്ത് ഒന്ന് ചൊല്ലിയാൽ അതിന് 10 പ്രതിഫലമാണ് ഓഫർ നൽകപ്പെട്ടിരിക്കുന്നത്. ആ സ്വലാത്ത് പോലും ഇന്ന് ദുർവ്യാഖ്യാനിക്കപ്പെടുന്ന കാലഘട്ടമാണ്. സ്വലാത്ത് ചൊല്ലാത്തവരാണ് മുജാഹിദുകൾ എന്ന് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ ഇല്ലാത്ത സ്വലാത്തുകൾ ഉണ്ടാക്കിയിട്ട് ആ സ്വലാത്തിന് വേണ്ടി മാസം തോറും രാമന്തളിയിലെ ശുഹദാക്കളുടെ പേരിൽ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയും എത്തുന്നില്ലേ? സ്വലാത്ത് മജ്‌ലിസുകൾ എന്ന് പറഞ്ഞുകൊണ്ട് പണം പിടുങ്ങാനുള്ള സ്വലാത്ത് വേദികളല്ലേ ഉണ്ടാക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി ഒരു മജ്‌ലിസ് ഉണ്ടാക്കിയോ? അതിന്റെ പേരിൽ പണപ്പിരിവ് നടത്തിയോ? അതിന്റെ പേരിൽ അറവ് നടത്തിയോ? എന്നിട്ടോ രാത്രി 12 മണിവരെ, 1 മണിവരെ, 2 മണിവരെ അതേ സ്ത്രീകളുടെ അഴിഞ്ഞാട്ടമല്ലേ ദിക്റുകളുടെയും സലാത്തുകളുടെയും വേദികൾ എന്ന് പറഞ്ഞിട്ട് പെണ്ണുങ്ങളെ കയറൂരി വിടുന്നു. അവർക്ക് പള്ളിയിൽ പോകൽ ഹറാം, അവര് പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ ഹറാം, അവര് പള്ളിയിൽ വന്ന് നിസ്കാരം നിർവഹിച്ചാൽ നരകത്തിലെ പാർട്ടി. അതേ അവസരത്തിൽ ദിക്റിന്റെ സദസ്സിലേക്ക് പോയിക്കോ, സലാത്തിന്റെ മജ്‌ലിസിലേക്ക് പോയിക്കോ. ആ രൂപത്തിൽ അവരെ അട്ടിത്തെളിച്ചു കൊണ്ടുവരുന്നു. പാതിരവരെ അന്യപുരുഷന്മാരോടൊപ്പം അവരതാ ഇത്തരത്തിലുള്ള ശുഹദാ മഖാമുകളിലും സലാത്ത് മജ്‌ലിസുകളിലുമൊക്കെ കഴിച്ചുകൂട്ടുന്നു. ചില ഘട്ടങ്ങളിൽ ഇവർക്ക് പോലും സത്യം പറയേണ്ടി വരുന്നു. നിങ്ങളൊന്ന് കേട്ടോ, ഇവര് പോലും സത്യം പറയുന്നത് കേട്ടോ. ഒരു ചോദ്യവും അതിനുള്ള മറുപടിയും ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. സ്വലാത്തിനെന്ന പേരിൽ സ്ത്രീകൾ പങ്കെടുക്കുന്നതും വീട് വിട്ടിറങ്ങുന്നതും അനുവദനീയമാണോ? ഇത് മുജാഹിദുകൾ പറയുമ്പോൾ നിങ്ങൾക്ക് തെറ്റാണല്ലേ? മുജാഹിദുകൾ സ്വലാത്ത് മുടക്കികളാണല്ലേ? മുജാഹിദുകൾക്ക് ദിക്ർ വിരോധം കൊണ്ട് പറയുകയാണല്ലേ? ഇതൊക്കെയല്ലേ ഈ മുസ്ലിയാക്കൾ പ്രചരിപ്പിക്കാറുള്ളത്? എന്നാൽ ചില സമയത്ത് അള്ള ഇവരെ കൊണ്ട് സത്യം പറയിപ്പിക്കുന്നത് കേട്ടോ. ഒരു പത്രത്തിലേക്ക് സുന്നത്ത് മാസിക എന്ന് പറയുന്ന സാക്ഷാൽ കാന്തപുരം മുസ്ലിയാരുടെ ഗ്രൂപ്പ് നടത്തുന്ന സുന്നത്ത് മാസികയിലേക്കതാ കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാരോടൊരു ചോദ്യം. എന്താണ് ചോദ്യം? സ്വലാത്തിനെന്ന പേരിൽ സ്ത്രീകൾ പങ്കെടുക്കുന്നതും വീട് വിട്ടിറങ്ങുന്നതും അനുവദനീയമാണോ? ഉത്തരം കേട്ടോളൂ. പുറത്ത് സംഘടിപ്പിക്കുന്ന സ്വലാത്ത് ദിക്റുകൾക്കും സ്ത്രീകൾ പങ്കെടുക്കാവുന്നതല്ല. പുറത്ത് സംഘടിപ്പിക്കുന്ന സ്വലാത്ത് ദിക്റുകൾക്കും സ്ത്രീകൾ പങ്കെടുക്കാവുന്നതല്ല. നിർബന്ധമായ കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി മതപ്രസംഗങ്ങളിൽ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് സഹോദരിമാർക്ക് അനിവാര്യമാണെങ്കിൽ പങ്കെടുക്കാമെന്നതല്ലാതെ പുറത്ത് സംഘടിപ്പിക്കുന്ന സ്വലാത്ത് മജ്‌ലിസിലേക്ക്, ദിക്ർ മജ്‌ലിസിലേക്ക് പെണ്ണ് പങ്കെടുക്കാൻ പോകാവതല്ല. എഴുതിയതാരാ? കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാർ കൊടുത്ത ഫത്വയാണ്, സുന്നത്ത് മാസികയിലാണ്. നിഷേധിക്കാനാകുമോ? ചില ഘട്ടങ്ങളിൽ നിങ്ങളെ കൊണ്ട് റബ്ബ് സത്യം പറയിപ്പിക്കുകയാണ്. എന്നിട്ടല്ലേ പാതിരവരെ നീളുന്ന ഈ സലാത്തുകൾക്ക് അവിടെ അതാ വസ്ത്രധാരണം പോലും ശരിയല്ലാതെ ആണും പെണ്ണും ഇടകലർന്നുകൊണ്ട് അതേ പല രൂപത്തിലുള്ള കാര്യങ്ങൾക്കും ഇടയാക്കുന്ന ഇത്തരത്തിലുള്ള സദസ്സുകൾ ഇതെതിർത്താ പറയും കണ്ടോ, മുജാഹിദിന് സ്വലാത്ത് വിരോധമാണ്, ദിക്ർ വിരോധിയാണ്, നബിതങ്ങളോട് വെറുപ്പാണ്, അതേ അല്ലാഹുവിന്റെ ഔലിയാക്കളോട് വെറുപ്പാണ് എന്നൊക്കെ പറയുമ്പോൾ പ്രിയമുള്ള സഹോദരാ ഒന്ന് ചിന്തിക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തില്ലാത്ത നവീനമായ ആശയങ്ങൾ ആരാണ് ഇവിടെ കൊണ്ടുവന്നത്? മുജാഹിദുകളാണോ? അതോ ഇവിടത്തെ ഞങ്ങളാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന സാക്ഷാൽ പുത്തൻവാദികളാണോ? അവരല്ലേ അല്ലാത്തവർക്ക് നേർച്ച ചെയ്യുന്നത്? അവരല്ലേ അല്ലാത്തവരുടെ പേരിൽ അറവ് നടത്തുന്നത്? അവരല്ലേ ദർഗകൾ കെട്ടിപ്പൊക്കുന്നത്? അവരല്ലേ അവിടെ കുമ്മായമടിച്ച് പെയിന്റ് അടിക്കുന്നത്? അവരല്ലേ അവിടെ ജാറം മൂടുന്നത്? അവരല്ലേ അവിടെ വിളക്ക് കൊളുത്തുന്നത്? അവരല്ലേ അവിടെ സുജൂദ് ചെയ്യുന്നത്, തവാഫ് ചെയ്യുന്നത്? അവരല്ലേ അവരോട് വിളിച്ച് സങ്കടം പറയുന്നത്, അവരെ വിളിച്ച് തേടുന്നത്? അതേ അവസരത്തിൽ മുജാഹിദുകളോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
പഠിപ്പിച്ചതല്ലാത്തതൊന്നും ഖബറിങ്ങൾ പോയാൽ ചെയ്യാറില്ല. അവിടുന്ന് പഠിപ്പിച്ചത് ഖബറാളികൾക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കാനാണ്. അത് മുജാഹിദുകൾ ചെയ്യുന്നു. എന്നാൽ ഖബറാളികളോട് തന്നെ തേടുന്ന ഈ സിയാറത്ത് ഇസ്ലാമിലില്ല. അത് തനിച്ച ജൂതന്റെ ആചാരമാണ്, നസറാനിയുടെ ആചാരമാണ്. മറിച്ച് മുസ്ലിമീങ്ങളുടെ ആചാരത്തിൽ അവരെ വിളിച്ചു പ്രാർത്ഥിക്കാനും തേടാനുമുള്ള ഒരു സിയാറത്തുമില്ല. വിളക്ക് കത്തിക്കുന്ന ഒരു മഖ്ബറയും ഇസ്ലാമിൽ വേണ്ട. ജാറം മൂടുന്ന ഒരു സമ്പ്രദായം ഇസ്ലാമിലില്ല. ഒരു ചാണിലപ്പുറം ഒരാളുടെയും ഖബർ കെട്ടിപ്പടുക്കരുതെന്നാണ് ഇസ്ലാമിന്റെ നിയമം. മഹാന്മാരായ നേതാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും 3 ഖബറും ഒരൊറ്റ സ്ഥലത്തല്ലേ ഉള്ളത്. അത് കണ്ടവരായ മുൻഗാമികളായ മഹാന്മാർ. ഇന്നും ചിലരൊക്കെ പറയുന്നു, മുജാഹിദുകൾ പറയുന്നു റസൂലുള്ളാഹിന്റെ ഖബർ കെട്ടി പൊന്തിച്ചിട്ടില്ലെന്ന്. ഞാൻ ഇക്കുറി പോലും ഹജ്ജിന് പോയപ്പോൾ കണ്ടു, എന്തൊരു ഉയരത്തിലാ കെട്ടിപ്പടുത്തിരിക്കുന്നത്. ഞങ്ങൾ ആ ഗ്രിൽസിന്റെ ഉള്ളിലൂടെ കണ്ടോ, അവിടെ ഇങ്ങനെ പച്ചപ്പട്ട് പുതപ്പിച്ച് കിടത്തിയിരിക്കുന്നു. ഓ മുസ്ലിമേ, നുണ പറയുകയല്ലാതെ നിവൃത്തിയില്ല. ഞാൻ പിന്നെ എന്ത് ചെയ്യാൻ സാധിക്കും? നിങ്ങൾ മദീനയിൽ പോയാൽ ആ ഗ്രിൽസിന്റെ ഉള്ളിൽ കാണുന്നത് ചുമരാണ്. ആ ചുമരിന്റെയും ഉള്ളിൽ പിന്നെയും ചുമരാണ്. അതിന്റെയും ഉള്ളിലാണ് ഈ 3 ഖബറുകളുമുള്ളത്. അതിന്ന് കാണാൻ അവിടുത്തെ ഭരണാധികാരികൾക്ക് പോലും സാധ്യമല്ല. അങ്ങോട്ടൊരു പ്രവേശന കവാടം പോലുമില്ല. മറിച്ചത് മുമ്പ് കണ്ട സഹാബിമാരുണ്ട്, താബിഈങ്ങളുണ്ട്. അവര് കണ്ടപ്പോൾ പറഞ്ഞതെന്താണ്? ഞങ്ങൾ കണ്ടു നബി തങ്ങളുടെ ഖബർ, ഞങ്ങൾ കണ്ടു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ, ഞങ്ങൾ കണ്ടു ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ. അത് ഭൂമിയിൽ നിന്ന് ഒരു ചാണിലപ്പുറം ഉയർത്തപ്പെട്ടിട്ടില്ല. പേരോട് മുസ്ലിയാരിന് ആദാപുരത്ത് വെച്ച് വരെ സമ്മതിച്ച ഒരു യാഥാർത്ഥ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറും ഒരു ചാണ് മാത്രമാണ് ഉയരം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും ഒരു ചാണ് മാത്രമാണ് ഉയരം. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും ഒരു ചാണ് മാത്രമാണ് ഉയരം. അതാണ് ഏറ്റവും പുണ്യമുള്ള രൂപമെന്ന് സാക്ഷാൽ പേരോടിന് നാദാപുരത്ത് വെച്ച് സമ്മതിക്കേണ്ടി വന്നത്. നിങ്ങൾ സീഡികളിൽ കേട്ടതല്ലേ? അവരിറക്കിയ സീഡിയിൽ നിന്ന് അയാൾ പ്രസംഗിച്ച ഭാഗം കട്ട് ചെയ്തപ്പോൾ, നമ്മൾ പിടിച്ചെടുത്ത സീഡിയിൽ നിന്നത് പ്രദർശിപ്പിച്ചപ്പോൾ ആകെ വിഷമത്തിലായി. എന്നിട്ട് ഇപ്പോഴും പറയും, നാദാപുരത്ത് നിന്ന് മുങ്ങിയ മൗലവി ഇപ്പോ തൃക്കരിപ്പൂരിൽ വന്നു എന്നിനി നാളെ പറയണ്ട. ഞാൻ മുങ്ങിയിട്ടില്ല, പ്രസംഗിച്ചിട്ടുണ്ട്. 9ാമത്തെ ഖണ്ഡനം നടത്തിയിട്ടതിന്റെ സീഡിയും ലഭ്യമാണ്. പറയോ, മറുപടി പറയോ? നിങ്ങളല്ലേ പറയേണ്ടത്. ആ രൂപത്തിൽ നിങ്ങളിപ്പോൾ മുടിയിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ മുടിയിൽ നിന്ന് തടിയൂരാൻ വേണ്ടി പലതും പറയുന്നുണ്ട്. നടക്കൂല. നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ തൊട്ടുകളിക്കാൻ മുജാഹിദുകൾ ഒരൊറ്റ മുസ്ലിമും സമ്മതിക്കൂല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ അതേ ഇവർക്ക് സ്നേഹമില്ല, ബഹുമാനമില്ല എന്ന് പറയുന്നു. എന്നാലോ അള്ളാന്റെ റസൂല് പഠിപ്പിച്ചതാണ് മുജാഹിദുകൾ പറയുന്നത്. നബി തങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്ത്, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് എന്ന് പറഞ്ഞോ? ഇവര് പറയുന്നതോ അള്ളാഹുവിന്റെ റസൂലതാ ഓരോ മുസൽമാന്റെയും കൂടെ തന്നെയുണ്ട്. ഇവരുടെ വിശ്വാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോഴും ഓരോ മുസൽമാന്റെയും കൂടെ തന്നെയുണ്ട്. തങ്ങൾ എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ വ്യക്തമായി കാണുകയും അറിയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനിയും കേട്ടോ, ഇവരുടെ പുസ്തകത്തിൽ നിന്നാണ് വായിക്കുന്നത്. സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസപ്രകാരം കേട്ടോളണം. സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസപ്രകാരം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരുടെയും സമീപത്ത് തന്നെയുണ്ട്. പടച്ച റബ്ബേ, മുസ്ലിമേ, നിങ്ങളൊന്ന് ചിന്തിക്ക്. അല്ലാഹുവല്ലാതെ ആർക്കാണ് ഈ കഴിവുള്ളത്? നമ്മുടെ കൂടെ എപ്പോഴും നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മെ കേട്ടുകൊണ്ടിരിക്കുന്ന, നമ്മുടെ മനസ്സിലെ വിചാരവികാരങ്ങൾ പോലും നാം അറിയുന്നതിന്റെ മുമ്പേ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സർവശക്തനായ ഒരൊറ്റ ശക്തിയല്ലേ
അല്ലാഹു റബ്ബുൽ ആലമീൻ. അവനല്ലാതെ നമ്മുടെ കൂടെ എപ്പോഴും നമ്മെ കൂടെ തന്നെ സമീപത്തായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട് പോലും. എല്ലാ മുസ്ലിമിന്റെയും കൂടെ അള്ളാഹുവിന്റെ റസൂൽ ഉണ്ട് പോലും. നിങ്ങളൊന്ന് ചിന്തിക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതകാലത്ത് പോലും അവിടുന്ന് എല്ലാ മുസ്ലിമിന്റെയും കൂടെ ഉണ്ടായിരുന്നുവോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സഹാബിമാർക്കൊരു കാര്യം പറയണമെങ്കിൽ നബിയുള്ളയിടത്തേക്ക് അവരങ്ങോട്ട് പോകുന്നു. എന്തേ? കാരണം അവരുടെ സമീപത്ത് നബി തങ്ങളില്ല. മദീനത്തതാ, സ്വന്തം മദീനയിൽ തന്നെ മദീന മസ്ജിദ് പള്ളി അടിച്ചു വാരി വൃത്തിയാക്കിയിരുന്ന ഒരു പെങ്ങൾ, ഒരു സഹോദരി, സ്വഹാബാ വനിത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം പോയി നോക്കുമ്പോൾ പള്ളിയിൽ അവരെ കാണുന്നില്ല. അവരെങ്ങോട്ട് പോയി? സ്വഹാബത്തിനോട് നബി തങ്ങൾ അന്വേഷിക്കുന്നു. എല്ലാ മുസ്ലിമിന്റെയും കൂടെ തന്നെ അള്ളാന്റെ റസൂൽ ഉണ്ടെങ്കിൽ എങ്ങോട്ട് പോയി അവര് എന്ന് ചോദിക്കണോ? സഹാബത്ത് പറയുന്നു, നബിയെ, അവരിന്നലെ മരണപ്പെട്ടു, അവരിന്നലെ മരണപ്പെട്ടു നബിയെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, നിങ്ങൾ എന്തേ എന്നോട് വിവരം പറയാഞ്ഞത്? നിങ്ങൾ എന്തേ എന്നോട് വിവരം അറിയിക്കാഞ്ഞത്? പറയൂ, ഇതെഴുതിയ മുസ്ലിയാരെ, നിങ്ങൾ പറയൂ. എല്ലാ മുസ്ലിമിന്റെയും കൂടെ തന്നെ നബി തങ്ങൾ ഹയാത്ത് കാലത്ത് പോലും ഇല്ലെന്നല്ലേ അർത്ഥം? എങ്കിൽ ഈ സ്വഹാബാ വനിതയുടെ മരണം നേതാവായ നബി തങ്ങൾ അറിഞ്ഞില്ലല്ലോ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ എല്ലാവരുടെയും കൂടെ തന്നെയുണ്ടെന്നും നബി തങ്ങൾ നമ്മൾ വിളിക്കുന്നിടത്തോക്കൊക്കെ വരുന്നു പോലും, എല്ലാ മജ്ലിസിലും അവിടുന്നുണ്ട് പോലും, എല്ലാം അവിടുന്ന് കാണുന്നു, എല്ലാം കേൾക്കുന്നു, എല്ലാം അറിയുന്നു. ഇത് പടച്ച റബ്ബിന് മാത്രമുള്ള ഗുണമാണ്. അല്ലാഹയല്ലേ എല്ലാം കാണുന്നവൻ, അല്ലാഹയല്ലേ എല്ലാം കേൾക്കുന്നവൻ, അല്ലാഹയല്ലേ എല്ലാം അറിയുന്നവൻ, അല്ലാഹുവിനല്ലേ എല്ലാത്തിനും കഴിവുള്ളത്. അതേ ഗുണവിശേഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും വകവെച്ചു കൊടുത്തുകൊണ്ട് പടച്ച റബ്ബ് വിരോധിക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക്, വിശ്വാസങ്ങളിലേക്ക് ജനങ്ങളെ നയിക്കുന്നു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് വിശ്വസിക്കുന്നത് എന്താണ്? വിധിയെ തിരുത്താൻ നബി തങ്ങൾക്ക് കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് വിളിച്ചുകൊണ്ട് എന്താ പറയുന്നത്? അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നത് കേട്ടോളൂ. ഇവരുടെ പുസ്തകത്തിൽ നിന്ന് തന്നെയാണ് ഞാൻ വായിക്കുന്നത്. വിനാശമാണ് എനിക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നതെങ്കിൽ അതിന് പകരം നന്മകൾ നേട്ടങ്ങളാക്കി മാറ്റിത്തരൂ നബിയേ. മായിച്ച് കളയുകയും സ്ഥിരീകരിക്കുകയും ചെയ്യുന്ന ഓഫീസിലെ അധികാരിയാണ് തങ്ങൾ. ലൗഹുൽ മഹ്ഫൂദിന്റെ ഉടമയാണ് തങ്ങൾ. ലൗഹുൽ മഹ്ഫൂദിൽ വേണ്ടതൊക്കെ തിരുത്താനും എഴുതി ചേർക്കാനും ഒക്കെ നബി തങ്ങൾക്ക് കഴിയും. നല്ലവരെ ചീത്തയാളുകളെ നല്ലവരാക്കി മാറ്റാൻ നിങ്ങൾക്ക് കഴിയുമല്ലോ. അതുകൊണ്ട് എന്നെ നന്നാക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ച് തേടുകയാണ്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ തന്നെ സഹായിയായി നടന്നിരുന്ന അബൂ താലിബ് എന്ന പിതൃവ്യൻ. ആ പിതൃവ്യൻ മരണപ്പെടുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊന്ന് പറയൂ എന്ന് പിതൃവ്യനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടപ്പോഴും അയാൾ അതിന് സമ്മതിക്കാതെ അനഅലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ പാതയിലായി തന്നെ നിലനിൽക്കുന്നു എന്നും പറഞ്ഞ് കാഫിറായി മരിച്ചുപോയി. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സിൽ ദുഃഖം വന്നല്ലോ. അല്ലാഹ് ആശ്വസിപ്പിച്ചുകൊണ്ടായത്തിറക്കിയില്ലേ, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. നബിയേ, താങ്കൾ ഇഷ്ടപ്പെടുന്നവരെ നേർവഴിയിലാക്കാൻ താങ്കളെ കൊണ്ട് പറ്റൂല. അല്ലാഹ് എത്രേ അവൻ ഉദ്ദേശിക്കുന്നവരെ നേർമാർഗത്തിലാക്കുന്നത്. ഈ പുസ്തകത്തിൽ ഇയാൾ പറയുന്നതോ, ഏത് നല്ലവരായ ആളുകൾക്കും ഏത് നന്മയും പകരം കൊടുക്കാൻ പറ്റുന്നയാളല്ലേ നബിയെ താങ്കൾ. ലൗഹുൽ മഹ്ഫൂദിന്റെ ഉടമയാണ് താങ്കൾ. എന്റെ മേൽ വിധിക്കപ്പെട്ടിരിക്കുന്നത് വിഷമങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞ ജീവിതമാണെങ്കിൽ, അഥവാ ഞാൻ നരകാഗ്നിയിലാകുമെന്നാണ് എങ്കിൽ അത് മായിച്ചു കളഞ്ഞ് പകരം സജ്ജനങ്ങളുടെ പട്ടികയിൽ എന്നെ ഉൾപ്പെടുത്തണം നബിയേ എന്നും നബി തങ്ങളോട് വിളിച്ചു തേടുന്നു.
കാരണം തങ്ങളാണ് അള്ളാഹുവിന്റെ കോടതിയിലെ ജഡ്ജി, അല്ലെങ്കിൽ രാജാധികാരൻ, രാജാതിരാജന്റെ പ്രധാനമന്ത്രി. ചുരുക്കത്തിൽ തങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്നെ നല്ലവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുവാൻ യാതൊരു പ്രയാസവുമില്ല. നിങ്ങൾ നോക്കൂ, ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് പഠിപ്പിക്കുന്നത്. ഇത് നബി തങ്ങൾ പഠിപ്പിച്ചതല്ല. ഹിദായത്തിന് വേണ്ടി ആരോട് ചോദിക്കണം, ആരോട് പ്രാർത്ഥിക്കണം? നേർമാർഗത്തിന് വേണ്ടി ആരോട് ചോദിക്കണം? അല്ലാഹുവിനോട് മാത്രമാണ് നേർവഴിയിലാക്കണേ എന്ന് പ്രാർത്ഥിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് എത്ര ആഗ്രഹമുണ്ടായിരുന്നു. എല്ലാവരും മുഅ്മിനീങ്ങളാകണമെന്നല്ലേ നബി തങ്ങൾ ആഗ്രഹിച്ചത്. എന്തൊരു അത്യാഗ്രഹമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്. എന്നാൽ അല്ലാഹ് പറയുന്നത് എന്താ? വമാ അക്സറുന്നാസി വലൗ ഹറസ്ത ബിമുഅ്മിനീൻ. നിങ്ങൾ എത്ര അത്യാഗ്രഹം കാണിച്ചാലും ശരി, ജനങ്ങളിൽ മഹാഭൂരിഭാഗവും വിശ്വസിക്കുന്നവരല്ല. ഇത് അല്ലാഹു പഠിപ്പിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചുകൊണ്ട് തേടാനാണ് പഠിപ്പിക്കുന്നത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് തേടുന്നു എന്നും മാത്രമല്ല, നബി തങ്ങളെ വിളിച്ചുകൊണ്ട് സങ്കടം പറയുന്നു എന്നതും മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ അനവധി കളവുകളാണെന്നൊരു കൂട്ടം ആളുകൾ പ്രചരിപ്പിക്കുന്നത്. അവരാണ് നബി തങ്ങളെ നിന്ദിക്കുന്നത്. ഇന്ന് കേരളമൊട്ടാകെ അതാ ഒരു കൂട്ടം ആളുകൾ ഫ്ലക്സ് ബോർഡുകളിൽ നിങ്ങൾ കാണുന്നില്ലേ? പ്രവാചക നിന്ദക്കെതിരെ ബഹുജന റാലികളും പ്രക്ഷോഭങ്ങളും. ഒന്നുകൂടി കേട്ടോ, പ്രവാചക നിന്ദക്കെതിരെ ബഹുജന റാലികളും പ്രക്ഷോഭങ്ങളും സംഘടിപ്പിക്കുന്നു. ആരാ സംഘടിപ്പിക്കുന്നത്? ഈ കെ സമസ്തക്കാർ. ആർക്കെതിരെയാ സംഘടിപ്പിക്കുന്നത്? AP സമസ്തക്കെതിരെ. അപ്പൊ ആരാ പ്രവാചകനെ നിന്ദിക്കുന്നത്? പ്രവാചക നിന്ദക്കെതിരെ പ്രക്ഷോഭം നടത്തുന്നു ഈക്കക്കാർ. എന്നിട്ട് ചില ഈക്കക്കാർക്ക് ഇപ്പോഴും തോന്നുന്നു ഈ മുടിയുടെ ചിത്രമൊക്കെ മുജാഹിദുകൾ വെറുതെ ഉണ്ടാക്കിയതാണ്, ഇതൊക്കെ മുജാഹിദുകൾ വെറുതെ പറയുന്നതാണ്, അവര് വെറുതെ വരച്ചു കെട്ടിയതാണെന്ന് പറഞ്ഞ് കേസ് കൊടുത്ത് ബോർഡുകളൊക്കെ നീക്കാൻ നോക്കുമ്പോൾ പ്രിയമുള്ള മുസ്ലിമേ, നാണം കെട്ടുപോയോ? മഹാനായ ഞങ്ങളുടെ നേതാവിനെ സംബന്ധിച്ച് എന്തൊക്കെയായി സമൂഹത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിച്ചത്? പണമുണ്ടാക്കാൻ വേണ്ടി നബിയെ നിന്ദിക്കുകയോ? നിങ്ങൾ കാലം കുറെ ആയി മുസ്ലിയാക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്തത് പറയലാ നിങ്ങളുടെ പണി. കള്ള ഹദീസുകളിലെമ്പാടും പറഞ്ഞുണ്ടാക്കി ഈ സമുദായത്തെ ശിർക്കിലേക്ക് നയിച്ചു. അവസാനമിതാ അതുകൊണ്ടൊന്നും പോരാഞ്ഞിട്ട് കോടികൾ പിരിക്കാൻ വേണ്ടി നേതാവിന്റെ മുടിയാണെന്നും പറഞ്ഞിട്ട് ബോംബെയിലെ തെരുവിൽ നിന്ന് കൊണ്ടുവന്ന ഏതോ ഒരു പെണ്ണിന്റെ മുടിയും പ്രദർശിപ്പിച്ചിട്ട് ഇത് നേതാവിന്റെ മുടിയാണെന്ന് പറയുന്നു. കെട്ടുകണക്കിന് മുടിയാണ് ബോംബെ വാലയുടെ കയ്യിലുള്ളത്. ബോംബെയിലെ ഇക്ബാൽ മുഹമ്മദ് ജാലിയ വാല എന്ന് പറയുന്ന ആ തെരുവിൽ ജീവിക്കുന്ന ആ ജാലിയവാല എന്ന് പറയുന്ന മനുഷ്യൻ, അയാളുടെ വീട്ടിൽ സൂക്ഷിച്ചിട്ടുള്ള എത്രയോ മുടിക്കെട്ടുകളുണ്ട്. അയാൾക്ക് ഇത് തന്നെയാണ് കച്ചവടം. രോമ വ്യാപാരിയാണ്, രോമ കച്ചവടക്കാരനാണ്. മൂപ്പരുടെ കെട്ടുകളിൽ വേറെയും പലതുമുണ്ട്. മുത്ത് റസൂലിന്റെ ചെരിപ്പുണ്ടത്രേ, മുത്തുനബിയുടെ വടിയുണ്ടത്രേ, മെതിയടിയുണ്ടത്രേ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ താടിയിലെ രോമമുണ്ടത്രേ, ഫാത്തിമ ബീവിയുടെ പുതപ്പുണ്ടത്രേ, അലിയാരുടെ പുതപ്പുണ്ടത്രേ. ബോംബെയിലെ തെരുവിൽ ഈ കച്ചവടത്തിനിരിക്കുന്ന ഈ ജാലിയവാല, ഇയാളുടെ കയ്യിൽ നിന്ന് കാശ് കൊടുത്തിട്ട് സാക്ഷാൽ കാന്തപുരം ഒപ്പിച്ചു കൊണ്ടുവന്ന മുടി അത് വേറെ ഏതോ രാജ്യത്തേക്ക് മറ്റൊരാളേക്ക് കയറ്റുമതി ചെയ്ത് അവിടെ നിന്ന് അഡ്രസ് ഉണ്ടെന്ന് പറഞ്ഞ് ഇവിടെ മഹാസമ്മേളനത്തിൽ അയാളുടെ ഉപ്പമാരുടെ സനതും വായിച്ച് ജനങ്ങളെ പറ്റിച്ചിട്ട് മുടിക്കച്ചവടം നടത്തിയിട്ട് കോടികൾ പിരിക്കാൻ നടക്കുന്ന സാക്ഷാൽ കാന്തപുരം വിഭാഗം അതേ സമുദായത്തിൽ ഒറ്റപ്പെടുത്തണം എന്ന് ഞങ്ങളല്ല പറയുന്നത്. ഞങ്ങളത് മുമ്പേ പറയുന്നുണ്ട്, ഇയാൾക്ക് തന്നെയാ പണി എന്ന്. പക്ഷേ അപ്പുറത്തെ ഈ കെ സമസ്തക്കും തോന്നിയല്ലോ ഇയാളെ ഒറ്റപ്പെടുത്തണം, ഇയാള് ശരിയല്ല, ഇയാള് ശരിയല്ല എന്ന തോന്നൽ ഈ കെ സമസ്തക്കും തോന്നിയല്ലോ. കേട്ടോ, ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം.
വായിച്ചു കേട്ടോ, ഈ കാണുന്ന ഒരു പത്രം കെ സമസ്തക്കാരുടെ പത്രമാണ്. ഹൈദരലി ശിഹാബ് തങ്ങൾ, അതേ പാണക്കാട്ട് തങ്ങന്മാര്, ആ പാണക്കാട്ട് ഹൈദരലി ശിഹാബ് തങ്ങൾക്കുടെയൊക്കെ അംഗീകാരമുള്ള ഈ പത്രത്തിൽ കേട്ടോ ഒരു ഹെഡിങ്, പ്രവാചക നിന്ദ സമ്മതിക്കില്ല. ആരെക്കുറിച്ചായിരുന്നത്? ഇനി കേട്ടോളൂ, മുത്തുനബിയുടെ പേരിലുള്ള ഈ പെരും നുണകൾക്ക് ഓശാന പാടുന്നവരും ആഖിറത്തിൽ മാത്രമല്ല ഈ ദുനിയാവിലും നിന്ദ്യരാക്കുന്നത് കാണാനിരിക്കുന്നു. ഈ മുടി ഇതെഴുതുന്നത് മുജാഹിദല്ല, ഇതെഴുതുന്നത് സാക്ഷാൽ കെ സമസ്തക്കാരാണ്. ഈ മുജാഹിദിനെതിരിൽ നിങ്ങൾ ഒറ്റക്കെട്ടെന്നല്ലേ നിങ്ങൾ പറയുന്നത്? ഞങ്ങളെ കെ ഞങ്ങൾ തീർത്തോളാം, മുജാഹിദെ നിങ്ങൾ ഇടപെടണ്ട എന്നാരും ഇനി നാളെ പറയണ്ട. ഇത് നിങ്ങളുടെ അടുക്കളയിലെ മീൻ മുറിക്കുന്ന കാര്യമാണെങ്കിൽ ഞങ്ങൾ ഇടപെടൂല. പക്ഷേ ഇത് നേതാവായ ഞങ്ങളുടെ കരളിന്റെ കഷ്ണത്തെക്കാൾ ഞങ്ങൾ സ്നേഹിക്കുന്ന ഹബീബായ നബി തങ്ങളെ തൊട്ടുള്ള കളിയായതുകൊണ്ട് ഇടപെട്ടേ മതിയാകോ, സമ്മതിക്കൂല. അതുകൊണ്ട് അപ്പുറത്തെ സമസ്തക്കാരോട് പറയട്ടെ, നിങ്ങൾക്കൊരു തോന്നലുണ്ട്, മുജാഹിദുകളെ നിങ്ങളെ ഞങ്ങളൊക്കെ കൂടി ഒന്നിച്ചങ്ങ് തകർത്ത് കളയുമെന്ന്. വ്യാമോഹമാണേ. സാക്ഷാൽ കാന്തപുരവും പറഞ്ഞു, ഓൾ ഇന്ത്യ ലെവലിൽ ഞങ്ങൾ ഒന്നിക്കാൻ പോകുന്നു, മുജാഹിദിനെ ഇവിടെ നിന്ന് തൂത്തെറിയാൻ പോകുന്നു. മുസ്ലിയാരേ, എന്താ നിങ്ങളുടെ പൂതിയല്ലേ? നടക്കൂല. മുജാഹിദ് പ്രസ്ഥാനം നിങ്ങൾ എത്ര ശക്തിയിൽ അതിനെതിരെ പ്രതിരോധിക്കുന്നു, അതിനേക്കാൾ ഉയരത്തിൽ അത് വളർന്നു പന്തലിക്കുന്നു. വിഷമമുണ്ടല്ലേ? സീഡികൾ പൊട്ടിച്ചെറിയാൻ പേരോട് മൗലാന പോലും ആവശ്യപ്പെട്ടിട്ടും സീഡി കേൾക്കുന്നത് ഹറാമാണ് ഉമ്മമാരെ എന്ന് സ്ത്രീകളോട് അലമുറയിട്ട് കരഞ്ഞു പറഞ്ഞിട്ടും ഒരൊറ്റ സഹോദരിക്കും വിശ്വാസം വരാതെ അവര് സീഡി കേൾക്കുന്നു, അവര് മനസ്സിലാക്കുന്നു. വല്ലാത്ത വെപ്രാളമുണ്ടല്ലേ? അതുകൊണ്ടാ പറയുന്നത്, ഈക്കക്കാരി എഴുതുന്നത് കേട്ടോ, ഏപ്പിക്കാരെ കുറിച്ച് എഴുതുകയാണ്. നിങ്ങൾ വലിയ ഐക്യമാണെന്നല്ലേ പറയുന്നത്? ഐക്യം വേണോ? നിങ്ങൾ തീരുമാനിച്ചോ? റസൂലുള്ളാനെ നിന്ദിക്കുന്ന കമ്പനിയുമായി നിങ്ങൾക്ക് ഐക്യം വേണോ? നബി തങ്ങളെ സാക്ഷാൽ സന്യാസിമാരുടെ മുടിയേക്കാൾ നീളമുള്ള മുടിയുണ്ടെന്ന് പറഞ്ഞ് പ്രാകൃതനായി മുടിവെട്ടാത്തയാളെന്ന് ചിത്രീകരിക്കുന്നയാളോട് സ്നേഹം വേണോ? കേട്ടോ, നിങ്ങൾ തന്നെ എഴുതുന്നതാ കേൾപ്പിക്കുന്നത്. ഈ മുടി ഒറിജിനലാക്കാൻ മുത്തുനബിയെ പ്രാകൃതനാക്കി. ആര്? മുജാഹിദുകളല്ല. സാക്ഷാൽ കാന്തപുരത്തെ പറ്റി എഴുതുകയാണ്. ഈ മുടി, കള്ളമുടി ഉണ്ടല്ലോ, ഇത് ഒറിജിനലാണെന്ന് പറയാൻ വേണ്ടി മുത്തുനബിയെ പ്രാകൃതനാക്കി. ഹിജ്റ 6-ാം വർഷം വരെ മുടിവെട്ടുകയോ ചെയ്യാത്ത സന്യാസി സമാനനാണ് അല്ലാഹുവിന്റെ ഹബീബെന്ന് നിർലജ്ജം എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നവരോടൊപ്പം